പശ്ചിമേഷ്യയെ ആകെ വിഴുങ്ങിയ ആ വലിയ യുദ്ധഭീതിക്ക് ഒരു നേരിയ ശമനമാകുകയാണ്. അങ്ങനെ വേണം നിലവിലെ അന്താരാഷ്ട്ര മാധ്യമ വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒടുവിൽ ആണവ പദ്ധതിയിൽ അമേരിക്കയുടെ നേരിട്ട് തുറന്ന ചർച്ചയാകാമെന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇക്കാര്യത്തിൽ മികച്ച വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇറാനിൽ അമേരിക്കൻ ആക്രമണം ഉണ്ടാകുകയും അത് പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുമെന്നുമുള്ള ആശങ്ക നിലനിൽക്കെയാണ് ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. ആണവ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായില്ല എങ്കിൽ അതിശക്തമായി തിരിച്ചടി നേരിടാൻ ഒരുങ്ങണമെന്നായിരുന്നു അമേരിക്ക ഇറാന് നൽകിയിരുന്ന മുന്നറിയിപ്പ്. യുദ്ധം ആരംഭിക്കുമെന്ന സൂചന നൽകി ഇറാൻ ലക്ഷ്യമാക്കി വൻ സൈനിക വ്യൂഹവും അമേരിക്ക അയച്ചിരുന്നു. 6 മിസൈൽ ഡിസ്ട്രോയറുകൾ അടങ്ങുന്ന അർമാഡയാണ് അമേരിക്ക ഇറാൻ ലക്ഷ്യമാക്കി സജ്ജീകരിച്ചിരുന്നത്. ആക്രമിച്ചാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇറാനെ മധ്യസ്ഥ ചർച്ചയുടെ ടേബിളിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകളാണ് അമേരിക്ക നടത്തിക്കൊണ്ടുവന്നത്. ഇതിന്റെ പരിണത ഫലമാണ് ഇറാൻ ഒടുവിൽ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന വിവരം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കാണ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇറാന്റെ പരമാധികാരം അടിയറ വയ്ക്കാത്ത തരത്തിൽ മികച്ച വ്യവസ്ഥകൾ തയ്യാറാക്കാൻ അരാക്ചിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുർക്കി നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇറാനെ പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഖത്തർ, തുർക്കി, ഈജിപ്ത്, ഒമാൻ രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ തേടിയതായി നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 3 ദിവസത്തിനകം ഇസ്താംബൂളിലായിരിക്കും ഇറാൻ അമേരിക്ക മധ്യസ്ഥ ചർച്ച നടത്തുക എന്നാണ് വിവരം. അമേരിക്കയെ പ്രതിനിധീകരിച്ച് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാനെ പ്രതിനിധീകരിച്ച് അബ്ബാസ് അരാക്ചിയുമായിരിക്കും ചർച്ചകളിൽ പങ്കെടുക്കുക എന്നാണ് അറിയുന്നത്. എന്നാൽ ഇക്കാര്യം സംബന്ധിച്ച് ഇറാന്റെയോ അമേരിക്കയുടെയോ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമില്ല. അതിനിടെ പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് അമേരിക്ക ഇസ്രയേലിനും സൗദി അറേബ്യയ്ക്കും ആയുധ സഹായം നൽകിയ വാർത്തയും പുറത്തു വന്നിരുന്നു. ഏത് നിമിഷവും ഇറാനിൽ ആക്രമണമുണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ ഇറാൻ തിരിച്ചടിച്ചാൽ പ്രതികരിക്കുന്നതിനാണ് ഇസ്രയേലിനും സൗദി അറേബ്യയ്ക്കുമായി $6.67 ബില്യൺ ആയുധങ്ങൾ ഇസ്രയേലിനും സൗദിക്കുമായി നൽകിയത് എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 4 പ്രത്യേക പാക്കേജുകളിലായിട്ടാണ് ഇസ്രയേലിന് അമേരിക്ക ആയുധം നൽകിയത്. അതിൽ ഒരു വിഭാഗം 30 അപ്പാഷെ ഹെലികോപ്റ്ററുകളാണ്. ഒപ്പം 3250 ടാക്ടിക്കൽ വാഹനങ്ങളും അമേരിക്ക ഇസ്രയേലിന് നൽകി. റോക്കറ്റ് ലോഞ്ചറുകളും അനുബന്ധ ആയുധങ്ങളും അടങ്ങുന്നതാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. ഇതിനു പുറമെയാണ് ലൈറ്റ് ടാക്ടിക്കൽ വെഹിക്കിളുകളും നൽകുന്നത്. ഇത് ഇസ്രായേലിന്റെ സൈനിക കരുത്ത് വീണ്ടും ഒരു പടി കൂടി വർദ്ധിപ്പിക്കുന്നതാണ്. യുദ്ധപ്രതീതി ജനിപ്പിച്ച് ഇറാനും അമേരിക്കയും കഴിഞ്ഞ ദിവസം വാക്പോരും കടുപ്പിച്ചിരുന്നു. ഇറാനെ ആക്രമിച്ചാൽ അത് പ്രാദേശിക യുദ്ധമായി മാറുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയപ്പോൾ കാത്തിരുന്ന് കാണാമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. ഇറാൻ ആണവ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നും ഡീൽ ഉണ്ടാകുമെന്നും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച ട്രംപ് മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആണവ ചർച്ചകൾക്ക് ഇറാൻ സമ്മതിച്ചില്ല എങ്കിൽ ഖമനേയി പറഞ്ഞ പ്രാദേശിക യുദ്ധം ശരിയായി ഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതായത് ഇടയ്ക്കെപ്പോഴോ യുദ്ധത്തിൽ നിന്ന് US പിൻവാങ്ങുന്നു എന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകളെ തള്ളിക്കളയുകയായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന. ഇതിന് പിന്നാലെയാണ് ഇറാൻ ആണവ പദ്ധതി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇറാൻ മേഖലയിലേക്ക് വമ്പൻ കപ്പൽ പടയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയച്ചിട്ടുള്ളത്. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള ഒരു അർമാഡ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന വമ്പൻ മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്തും നങ്കൂരമിട്ടിട്ടുണ്ട്. ഒരു ട്രിഗറിനപ്പുറം ഇറാൻ പാഠം പഠിക്കുമെന്നായിരുന്നു ട്രംപ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് വാക്ക് മാറ്റി. ഇറാൻ ഡീലിന് തയ്യാറാകണമെന്നും തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നുമായി ട്രംപിന്റെ നിലപാട്. എന്നാൽ അപ്പോഴും അടിക്ക് തിരിച്ചടി എന്ന രീതിയിലായിരുന്നു ഇറാൻ. ഈ നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഇറാനിൽ ഒരു അമേരിക്കൻ ആക്രമണമുണ്ടായാൽ അത് വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയത്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തുവന്ന ശേഷമായിരുന്നു ആയത്തുള്ള അലി ഖമനേയിയുടെ വാക്കുകൾ. അതിനിടെ യൂറോപ്യൻ യൂണിയനുമായും ഇറാൻ കൊമ്പുകൂർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGC-യെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയ യൂറോപ്യൻ യൂണിയന്
EU രാഷ്ട്രങ്ങളിലെ മുഴുവൻ സൈന്യങ്ങളെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ പാർലമെന്റ് തിരിച്ചടിച്ചത്. ഇറാൻ ആണവ കരാറിൽ ഡീലിന് തയ്യാറാകും എന്ന പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപ് തുടക്കം മുതൽ പങ്കുവച്ചിരുന്നു. ആണവ കരാറിൽ തങ്ങൾക്കനുകൂലമായ നേട്ടം ഉണ്ടാകുമെന്ന് ഇറാനും പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ അമേരിക്കയിലുള്ള വിശ്വാസം നശിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞത്. അപ്പോഴും മധ്യസ്ഥ രാഷ്ട്രങ്ങൾ വഴി ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായും അരാക്ചി പറഞ്ഞിരുന്നു. ഈ മധ്യസ്ഥ ചർച്ചകളാണ് ഇപ്പോൾ ഫലവത്തായിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ്. ഇതും മറ്റ് 3 ഡിസ്ട്രോയറുകളുമാണ് അമേരിക്ക ആദ്യം ഇറാൻ തീരത്തേക്ക് അയച്ചത്. തൊട്ടുപിന്നാലെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്ത് നങ്കൂരമിടുകയും ചെയ്തു. ഇതോടെ ഇറാനുമായി നേരിട്ടൊരു സൈനിക ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങുമെന്ന് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെട്ടു. ആക്രമണമുണ്ടായാൽ ഇസ്രായേൽ അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് നേരെ മിസൈൽ വർഷമുണ്ടാകുമെന്ന് ഇറാനും അറിയിച്ചു. ഇക്കാര്യം ജൂണിൽ നടന്ന അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തോടെ ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായതാണ്. അന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമിച്ചപ്പോൾ ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് വ്യോമതാവളം ആക്രമിച്ചുകൊണ്ടാണ് ഇറാൻ അമേരിക്കയ്ക്ക് മറുപടി നൽകിയത്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ശാന്തതയിലേക്ക് വരികയാണ് എന്നാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.